ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ളത് എടുക്കാന്ന് വിചാരിച്ചിട്ടോ. അപ്പം എല്ലാവരും പറഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പറഞ്ഞപ്പോൾ ഏതായാലും ഇന്ന് എടുക്കാന്ന് വിചാരിച്ചു. ഉറക്കത്തിന്ന് എണീറ്റു. അപ്പോൾ ഒരു 8 മണിയായിട്ടാണ് ഞാൻ എണീറ്റപ്പം. അപ്പോൾ പല്ലൊക്കെ തേക്കട്ടെ, എന്നിട്ട് പിന്നെ ഇക്കാനെ വിളിക്കണം, ചായക്ക് വെക്കണം. അപ്പോൾ കൂട്ടുകാരൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? അപ്പം ഞാനിപ്പം തന്നെ അടുക്കളയിലേക്ക് വരട്ടെ. അപ്പം അടുക്കള ക്ലീൻ ചെയ്തിട്ട് കാരണം രാവിലെ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോഴേക്ക് ഇക്ക എണീറ്റ് ദേ അവിടെ ഇരിക്കുന്നുണ്ട്. മോൻ എണീറ്റ് മോൻ്റെ റൂമിലുണ്ട്. ദേ റൂമിലിരിക്കാനാണ്. പിന്നെ അല്പം തന്നെ ചായക്ക് വെക്കട്ടെ. അപ്പം ചായ കുറച്ച് വെക്കുള്ളൂ കേട്ടോ. കാരണം ചായ ഞാനും മോനും കുടിക്കൂല, ഇക്കാക്ക് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ തിളപ്പിച്ച വെള്ളം കുടിക്കണത്. അപ്പം ദേ ഇക്കാക്ക് ചായ റെഡിയായി. അപ്പം പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഇക്കാക്ക് കൊടുക്കട്ടെ കേട്ടോ. അപ്പൊ ഇക്കതെ ജനലിലുള്ള പൊടിയൊക്കെ തട്ടണ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് പുട്ടുണ്ടാക്കിയാലോ, ഗോതമ്പ് പുട്ട്. അപ്പൊ ദേ റേഷൻ കടയിലെ ആട്ടപ്പൊടിയാണ് അവിടെ ഇരിക്കണത്. അപ്പൊ ആട്ടപ്പൊടി അധികം റേഷൻ കടയിലാകുമ്പോ അധികം വിലയൊന്നും ഇല്ലല്ലോ. അപ്പൊ അതേ പൊടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് ഗോതമ്പിന്റെ പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു. ഇക്കാട് ചായ കുടിക്കാൻ പറഞ്ഞപ്പോ ഇക്ക പറഞ്ഞു ഞാൻ ഈ ജനലുകളുടെ ഒക്കെ പൊടി തട്ടട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഇന്നലെ ഇക്ക മട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രാത്രി. അപ്പൊ ഇന്നലെ പരിപ്പ് കറി വെച്ച കാരണം ഞാൻ വെച്ചില്ല. ഇന്ന് ഇപ്പൊ ഞായറാഴ്ചയല്ലേ, അപ്പൊ വെക്കാലാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ പുട്ടിനും ചോറിനും കൂടി മട്ടൻ കറി ആയാലോ. ദേ ഗോതമ്പ് പൊടി വാട്ടിയെടുക്കട്ടെ. അപ്പൊ അതിനായിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് അവിടെ തിളച്ച വെള്ളം ഒഴിച്ചിട്ടൊന്ന് വാട്ടിയെടുക്കാം. എന്നിട്ട് ഈ വാട്ടിയ പൊടി മിക്സിന്റെ ജാറുണ്ടല്ലോ അതിലേക്ക് കുറച്ചിട്ടിട്ട് നമ്മുടെ പാക്കറ്റിലുള്ള പൊടി കുറച്ചും കൂടി ഇട്ടിട്ട് ഒന്ന് വെറുതെ പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പൊ നല്ല പുട്ടുപൊടി കിട്ടും. അപ്പൊ നല്ല സോഫ്റ്റും ആയിരിക്കും കഴിക്കാനായിട്ട്. സാധാ നമ്മ പുട്ട് നനക്കണ പോലെ നനച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട കട്ട പോലെ ഇരിക്കും. ഗോതമ്പ് പൊടി അങ്ങനെയാണ്. അപ്പൊ ഇതേപോലെ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഞാൻ കാണിച്ചു തരാട്ടാ. അപ്പൊ ഇതേപോലെ വാട്ടിയ പൊടിയും കുറച്ച് ഈ പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വെറുതെ പ്രസ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് കറക്കുമ്പോൾ അത് കട്ടയാവും കേട്ടോ. വെറുതെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ കിട്ടും, നല്ല സോഫ്റ്റ് ആയിട്ട്. അപ്പൊ പുട്ട് ചുടാൻ വെച്ചിട്ടോ. അപ്പൊ തേങ്ങ ഇടൂല ഇവിടെ, തേങ്ങ അങ്ങനെ ഇഷ്ടമല്ല. പുട്ട് റെഡിയായി. അപ്പൊ ചിരട്ട പുട്ടാണ് ഉണ്ടാക്കിയത്. മറ്റേ കുറ്റിയിലല്ല, ഈ കുറ്റിയിലാണ് ഉണ്ടാക്കിയത്. പിന്നെ പുട്ട് ചുട്ട് കഴിഞ്ഞിട്ട് കാണാം. പിന്നെ ഇറച്ചി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഇട്ടിട്ടണം. പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ 3 പുട്ട് ഉണ്ടാക്കിയോളൂ കേട്ടാ. കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോയി വേസ്റ്റ് ആവില്ല. 3 3 കുറ്റി പുട്ട് മതിയല്ലോ. അപ്പൊ ഇറച്ചി ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കഴുകിയെടുക്കട്ടെ. എന്നിട്ട് അത് വേവിക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിയൊക്കെ നന്നാക്കിയാൽ മതിയല്ലോ. അപ്പൊ അത് വേവുമ്പോഴത്തേക്ക് നമുക്ക് അത് റെഡിയാക്കുമ്പോ അത്ര സമയം വേസ്റ്റ് ആവില്ല. അപ്പൊ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാം വലിയ വലിയ കഷ്ണങ്ങളാണ്. അപ്പൊ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെക്കാം. ഞാനൊരു 7 വിസിൽ അടിച്ചിട്ടാ. അപ്പോൾ ഓരോ കുക്കർ അനുസരിച്ചല്ല വിസില്. അപ്പോൾ അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കട്ടെ. അപ്പോൾ നിങ്ങളെല്ലാം ഇതേപോലെയാണോ മട്ടൻ കറി വെക്കണത്, അല്ലെങ്കിൽ വേറെ രീതിയാണോ? അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് പാലുവിന് വെക്കാന്നാണ് വിചാരിച്ചത്. പിന്നെ ഓർത്ത് വേണ്ട, ഇതേപോലെ തന്നെ വെക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നാക്കി എടുക്കട്ടെ. അപ്പൊ ഇറച്ചിക്കറിയിലായാലും ഏതിറച്ചിക്കറിയിലായാലും ഉള്ളി ഇടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. അപ്പൊ ഞാൻ ഉള്ളി കൂടുതലെടുത്ത് പിന്നെ ഒരു സവാള എടുത്തുള്ളൂ. 8 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. അപ്പൊ ഉള്ളി ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അത് ഏതല്ലേ, മീൻകറിയിലായാലും ഇറച്ചിക്കറിയിലായാലും. ഇതൊന്ന് ചതച്ചെടുക്കട്ടെ. അപ്പൊ ഞാൻ ചതക്കാൻ നിന്നപ്പോഴേക്കും മോൻ വന്നിട്ടാ. എന്നിട്ട് പറയുമ്പോ ഞാൻ ചതച്ചുതരാം. അപ്പൊ ഈ കല്ലിക്കാൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ തന്നതാണ് കേട്ടോ. അപ്പൊ എൻ്റെ ഇരിക്കണതാണെങ്കിൽ ചെറുതാണ്, നമുക്ക് ചതക്കാൻ പറ്റൂല. ഇതിലാണ് നല്ല സ്പേസ് ഉണ്ട്, നന്നായിട്ട് ചതച്ചെടുക്കുക. അപ്പോഴേക്ക് നമ്മളെ മട്ടൻ വെന്തിട്ടാ. അപ്പൊ അതിന് ഗ്രേവി ഉണ്ടാക്കാം. അപ്പൊ ചതച്ച് വെച്ച ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ അത് വഴന്ന് വന്നപ്പോഴേക്കും
സവാള ഇട്ട് കൊടുത്തിട്ടാ. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് പിന്നെ അതിലേക്ക് തക്കാളിയും പച്ചമുളകും വേപ്പിലയും ഒക്കെ കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് പൊടിയൊക്കെ ഇടാം. എല്ലാവരും വെക്കുന്ന പോലെ തന്നെ ഞാൻ വെക്കണത്, പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഇന്നത്തെ എല്ലാം ഞാൻ കാണിക്കാന്ന് പറഞ്ഞല്ലോ വീഡിയോയില്. അപ്പൊ അത് കാരണം ഞാനിപ്പോ കാണിക്കുന്നുള്ളൂ കേട്ടാ. അപ്പോൾ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയാണ് കൂടുതൽ ഇടുന്നത് മട്ടനില്. അപ്പോൾ താറാവറിയിലായാലും മട്ടൻ കറിയിലായാലും കൂടുതൽ കുരുമുളക് ഇടും. ബാക്കി ബീഫിലും ചിക്കനിലൊന്നും അങ്ങനെ കുരുമുളക് കുറെ ഇടൂല. അപ്പൊ ഈ പൊടി കരിഞ്ഞ് പോകാതിരിക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ ഒഴിച്ചു കൊടുക്കണ വെള്ളം അല്ലാണ്ട് വേറെ വെള്ളം ഒഴിക്കാനില്ല കേട്ടോ. കാരണം മട്ടൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അപ്പൊ അതിൽ തന്നെ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ വേവിച്ച മട്ടനിലേക്ക് നമുക്ക് ഗ്രേവി എല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാ നോക്കാം. കാരണം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തിരി ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. നന്നായിട്ടൊന്ന് വറ്റി വരണം. അപ്പോഴാണ് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ കുറച്ച് വെള്ളം കൂടുതലാണ്. അപ്പൊ ഇതിനെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് അപ്പൊ അത് വീഡിയോ എടുത്തില്ല. അപ്പൊ നമ്മുടെ മട്ടൻ കറി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതേപോലെ എടുക്കണം. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം പിന്നെ അരിയൊക്കെ ഇടാനായിട്ട്. അപ്പൊ ഉച്ചക്കത്തേക്ക് ഇത് തന്നെ ഉള്ളു കറി. വേറെ പപ്പടം വറുത്തതും കൂടെ ഉള്ളു, വേറെ കറിയൊന്നുമില്ല. അപ്പൊ ഞാൻ അരി കഴുകിടട്ടെ. റേഷൻ അരി കാരണം നല്ലോണം തിളക്കുമ്പോ ഓഫ് ചെയ്തിട്ടിട്ട് ഒരു 10-20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ചോറ് റെഡിയാകും. അപ്പൊ റേഷൻ കണ്ടിട്ട് കുത്തരിയാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പൊ കുത്തരി ആകുമ്പോ ഷുഗറും അതൊക്കെ അങ്ങനെ ഉണ്ടാവൂല. നല്ലതാണ് കുത്തരി. ചിലവർക്ക് വെള്ളരിയാ ഇഷ്ടം, നമ്മളിവിടെ കുത്തരിയാണ് ഇഷ്ടം. അപ്പൊ ഞാൻ അത് ചോറ് വെക്കട്ടെ. അപ്പൊ ഞാനെന്ന് വെച്ചാൽ തിളക്കുമ്പോ അല്ല കേട്ടോ അരി ഇടണം, രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഇടും. അപ്പൊ നല്ലോണം തിളച്ചേപ്പ് ഓഫ് ചെയ്തിടും. 20 മിനിറ്റ് ആകുമ്പോ ചോറ് റെഡി. അപ്പൊ ഞാൻ അലക്കാനിടട്ടെ. അപ്പൊ ഒന്നരാടം ഞാൻ അലക്കുള്ളൂ. അപ്പൊ അലക്കാൻ ഇടട്ടെ ട്ടാ. അപ്പൊ അലക്കാനിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ച് കുറച്ച് തേൻ എടുത്തിട്ട് മുഖത്ത് പുരട്ടിയാലോ. ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കണം. അപ്പൊ തേൻ പുരട്ടുമ്പോ നല്ല ഇതായിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചാ കുറച്ച് തേൻ മുഖത്ത് പുരട്ടിയിട്ട് ബാക്കിയുള്ള ജോലി എടുക്കാം. ഒരു അരമണിക്കൂർ പുരട്ടിയിട്ട് കഴുകിക്കളഞ്ഞാൽ മതി, നല്ലതാണ് കേട്ടോ. അപ്പൊ ചോറ് റെഡി ആയിട്ടുണ്ടെന്നത് വാർക്കണം. അപ്പൊ ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് ചോറ് വാർക്കാന്ന് വിചാരിച്ച്. അപ്പത്തേക്ക് ഒരു അരമണിക്കൂറാകുമ്പോ മുഖം കഴുകി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തുടച്ചിടണം. അടിച്ചു വാരിയിട്ടിട്ടുണ്ട്, മോൻ അടിച്ചു വാരി. അപ്പൊ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ഇവിടെ അടുക്കള ജോലി എടുത്തോണ്ടിരുന്നപ്പോഴാണ് അവന് അകമൊക്കെ അടിച്ചു വാരിയിട്ടത്. അപ്പൊ ഇതെന്റെ മോന്റെ റൂമാണ്. അപ്പൊ അവന്റെ സാധനങ്ങളാണ് ഇതൊക്കെ ഇരിക്കുന്നത്, വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ. ഞാൻ ഇവിടേക്ക് ഒന്ന് തുടച്ചിടട്ടെ. അവൻ അടിച്ചു വാരി തന്ന കാരണം പിന്നെ ചിലപ്പോ തുടച്ചിടാം. അപ്പൊ തുടക്കണം അപ്പൊ ഉണ്ട് ട്ടാ. അപ്പൊ അത് ഞാൻ എടുത്തപ്പോഴേക്ക് വലിയ 8 കാല്. അപ്പൊ എനിക്ക് പേടിയായി. ഞാൻ അത് അവിടെ തന്നെ വെച്ച്. എന്നിട്ട് ബനിയനുണ്ടായിരുന്നു, അപ്പൊ അത് ഊരിപ്പിഴിഞ്ഞ് തുടക്കാലാന്ന് വിചാരിച്ച്. അതുകൊണ്ടാണ് ഇങ്ങനെ കുമ്പിട്ട് ഇരുന്ന് തുടക്കണത്. മറ്റേ മോപ്പാണെങ്കിൽ ചിലപ്പോ നിന്ന് ഉടച്ചാൽ മതിയായിരുന്നു. പക്ഷെ അത് 8 കാലിനെ കണ്ടപ്പോ ഞാൻ പിന്നെ പേടിച്ചിട്ട് അത് അവിടെ തന്നെ വെച്ച്. അപ്പൊ ഞാനിപ്പം തുടച്ചിടട്ടെ. അപ്പോ എന്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടോ കൂട്ടുകാരെ? അപ്പൊ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോസ് കാണും, പക്ഷെ ലൈക്ക് അടിക്കാൻ മറന്നു പോകും. അപ്പൊ കുറച്ച് വീഡിയോ കണ്ട് കുറച്ചാകുമ്പോ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അപ്പൊ ഷെയറും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടാ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം, അതുകൊണ്ടാ. അപ്പൊ ഇതാണ് നമ്മളെ മുറിയിട്ട. അപ്പൊ ഒന്ന് ഇതൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ. എന്നിട്ട് ഇവിടെയും ഒന്ന് തുടച്ചിടണം.
കുറച്ച് കുറുമ്പ് കൂടുതലാണ് ട്ടോ. അപ്പൊ അതാണ് അങ്ങനെ കാണിക്കണത്. അപ്പൊ ഞാൻ തുടക്കണനുസരിച്ച് എന്റെ ബേക്കിൽ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറയും. ഞാനിങ്ങനെ ചെറിയ രീതിയിൽ ചൂടാകെ അത് കാണാൻ വേണ്ടിയാണ് കാണിക്കണത്. തുടക്കണ സ്ഥലത്ത് കൂടെ ഇങ്ങനെ നടക്കുമ്പോ എനിക്ക് ദേഷ്യം പിടിക്കും. അപ്പൊ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ കുറെ പേര് ഇങ്ങനെ കമന്റില് ഡെയിലി വ്ലോഗ് ചെയ്യോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നാളെ മുതൽ ഡെയിലി വ്ലോഗ് ചെയ്താലോന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡെയിലി വ്ലോഗ് ചെയ്യാട്ടോ. അപ്പൊ കമന്റിലൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പൊ ഇനി വാഷ് ബേസിനൊക്കെ വൃത്തിയാക്കി ഇനി ഹാളൊന്ന് തുടച്ചിടട്ടെ. എന്നിട്ട് വേണം ഇനി അലക്കി കഴിഞ്ഞ് ഇനി അതൊന്ന് മെഷീനത്തിലിട്ട് തന്നെ ഉണക്കും. എന്നിട്ടാണ് പിന്നെ അഴയില് വിരിച്ചിടുന്നത്. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ഉണങ്ങേയില്ല. കുറെ നാളായി ഇങ്ങനെ ഇരുന്ന് കുമ്പിട്ടൊക്കെ തുടച്ചിട്ട്. അത് കാരണം അങ്ങനെ ഇരുന്ന് തുടച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. കാലൊക്കെ വേദനെടുക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു കാലുകൊണ്ട് തുടക്കാലോ, കിച്ചൻ കൂടിയല്ലേ ഉള്ളൂ. ഞാൻ കിച്ചൻ കാലുകൊണ്ട് തുടച്ചിട്ട് എന്നിട്ട് ഇതേ പിന്നെ അലക്കി കഴിഞ്ഞത് എടുത്ത് അതിൽ തന്നെ ഇട്ട് ഉണക്കിയിട്ട് വിരിച്ചിടാം. അല്ലെങ്കിൽ പിന്നെ ഇന്നിപ്പോ വെയിലുണ്ട്, എന്നാലും കട്ടിയുള്ളതാണല്ലോ. അപ്പൊ നമ്മൾ വിരിച്ചിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, അതെടുത്ത് മടക്കി വെച്ചാൽ മതി. മഴ പെയ്യുമ്പോഴാണ് അലക്കിയതൊന്നും ഉണങ്ങി കിട്ടൂല. ശരിക്കും ഉണങ്ങിയില്ലെങ്കിൽ ഒരു സൈസ് മണമായിരിക്കും. വെയിലുള്ള കാരണം പിന്നെ കുഴപ്പമില്ല, ഇതിലിട്ട് ഉണക്കി അങ്ങോട്ട് വിരിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പൊ ഇനി സിറ്റ് ഔട്ടും കൂടെ വെറുതെ ഒന്ന് അടിച്ചു വാരി തുടച്ചിടാന്ന് വിചാരിച്ചു. വലിയ അഴുക്കൊന്നുമില്ല, വെറുതെ അതുകൊണ്ട് വെറുതെ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടാ മതിയല്ലോ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയി കുളിക്കാനായിട്ട്. എന്നിട്ട് പിന്നെ ചോറ് കഴിച്ചിട്ട് കുടുംബശ്രീ ഉണ്ട്. ഇപ്പൊ കുടുംബശ്രീ ഇക്കാന്റെ തറവാടിന്റെ അടുത്താണ് കുടുംബശ്രീ. അപ്പൊ ഇവിടുന്ന് കുറച്ച് പോണം, ഒരു 50 രൂപ ഓട്ടോ കാശ് ഒരു 50 രൂപ അത്രയും. അപ്പൊ ഇക്ക ഉണ്ടെങ്കിൽ ഇക്കാനെ വിളിച്ച ഇക്ക വരും. അപ്പൊ അതേ കുളിച്ച് അപ്പൊ ഇനി ചോറ് കഴിക്കട്ടെ. അപ്പൊ അതേ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇക്കാനെ വിളിച്ചപ്പോ ഇക്ക പറഞ്ഞാ ഞാൻ വരാന്ന് പറഞ്ഞു. ഞാൻ എന്റെ കുടുംബശ്രീ പോണേണ്. അപ്പൊ കുടുംബശ്രീയില് വീഡിയോ എടുക്കാൻ പറ്റുമോന്ന് അറിഞ്ഞൂടാ. അപ്പൊ അതേ കുടുംബശ്രീ കഴിഞ്ഞ് വന്നിട്ടപ്പ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം അവർക്ക് ഇഷ്ടാവോ എന്നറിയാൻ പാടില്ല. അപ്പൊ ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല. പിന്നെ വന്നിട്ട് ചായ അങ്ങനെ കുടിക്കാറില്ല, എന്തെങ്കിലും ഉണ്ടാക്കും, പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കും. അപ്പൊ ഇന്ന് പഴവും മുട്ടയും കൂടി ചിക്കാലാന്ന് വിചാരിച്ച്. അപ്പൊ എന്റെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ നമ്മളെ മുട്ടയും പഴം ചിക്കിയത് റെഡി ആയിട്ടാ. അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.